ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം 25-ാം വാക്യം വായിക്കാം. നീ ഞങ്ങളെ വലച്ചത് എന്തിന്? യഹോവ ഇന്ന് നിന്നെ വലയ്ക്കുമെന്ന് യോശുവ പറഞ്ഞു. നീ ഞങ്ങളെ വലച്ചത് എന്തിന്? നീ ഞങ്ങളെ വലച്ചത് എന്തിന്? യോശുവ പറയുകയാണ്, നീ ഞങ്ങളെ വലച്ചത് എന്തിന്? യഹോവ ഇന്ന് നിന്നെ വലയ്ക്കും. ഞങ്ങൾക്ക് ഈ നാശം വരാൻ നീ ഞങ്ങളോട് ചെയ്തത് എന്ത്? ആഖാനോട് ചോദിക്കുകയാണ്. ആഖാൻ വേദപുസ്തക ചരിത്രത്തിലെ ഒരു ദുരന്ത കഥാപാത്രമാണ്. വേദപുസ്തക ചരിത്രത്തിലെ വേദന കുടിച്ച ഒരു കഥാപാത്രമാണ്. വേദപുസ്തക ചരിത്രത്തിലെ ദൈവിക ശിക്ഷ ഏറ്റുവാങ്ങിയൊരു കഥാപാത്രമാണ് ആഖാൻ. ദൈവത്തിൻ്റെ വചനത്തെ ലംഘിച്ചു. ദൈവത്തിൻ്റെ വചനത്തെ ലംഘിച്ചതുകൊണ്ട് ആഖാനോട് യോശുവ പറയുകയാണ്, നീ ഞങ്ങളെ വലച്ചത് എന്തിന്? ആഖാന് മാത്രമല്ല പ്രയാസം വന്നത്, ജനത്തിന് മുഴുവൻ പ്രയാസം വന്നു. ഒരാൾ ചെയ്ത തെറ്റിന് അനേകർ ശിക്ഷയേൽക്കേണ്ടി വന്നു. വളരെ ഗൗരവമേറിയൊരു കാര്യമാണ്. ഒരു വീട്ടിൽ ഒരാളൊരു പാതകം ചെയ്താൽ ആ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും അതിൻ്റെ അനർത്ഥം വരും. വീട്ടിലുള്ളവർക്ക് മാത്രമല്ല, വരുന്ന തലമുറയ്ക്കും അതിൻ്റെ അനർത്ഥം വരും. തലമുറയായി അതിൻ്റെ കേട് സംഭവിക്കും. ഒരാളാണ് തെറ്റ് ചെയ്തുള്ളൂ, പക്ഷേ അനേകരിലേക്ക് ആ തെറ്റിൻ്റെ തിക്തക ഫലങ്ങൾ, കൈപ്പുറ്റ ഫലങ്ങൾ കടന്നു വരും. അനേകർക്ക് അതിൻ്റെ പ്രയാസങ്ങൾ നേരിടേണ്ടി വരും. ഒരാളാണ് തെറ്റ് ചെയ്തത്. ആഖാൻ ഒരാളാണ് തെറ്റ് ചെയ്തത്. ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചത് ആഖാൻ എന്ന് പറയുന്ന ഒരാളാണ്. ശപഥാർപ്പിത വസ്തുവിൽ ഒന്നും എടുക്കരുത് എന്ന് ദൈവം കൽപ്പിച്ചതിൽ ആ കൽപ്പന പ്രമാണിക്കാതെ ലംഘിച്ചത്, ദൈവത്തിൻ്റെ മുന്നറിയിപ്പ് അവഗണിച്ചത് ആഖാൻ ഒരാൾ മാത്രമാണ്. പക്ഷേ എന്ത് സംഭവിച്ചു? ഇസ്രായേൽ മക്കൾക്ക് വലിയ കേടുവന്നു. ദൈവജനത്തിന് വലിയ നഷ്ടം വന്നു. അനേകർ യുദ്ധത്തിൽ സംഹരിക്കപ്പെടാനിടയായി. യെരിഹോ കോട്ട പിടിച്ചു. യെരിഹോ കോട്ടയിൽ നിന്ന്, പിടിച്ചടക്കിയ കോട്ടയിൽ നിന്ന് കൊള്ള മുതലുകൾ ചിലത് ആഖാൻ എടുത്തു മാറ്റി. അത് ദൈവാലയത്തിലേക്ക് ചേരേണ്ടതാണ്, മഹത്വം ദൈവത്തിന് കൊടുക്കേണ്ടതാണ്. ആ വസ്തുവകൾ ഒന്നും സ്വന്തമായി ആരും എടുക്കരുതാത്തതാണ്. ആഖാൻ എടുത്തു. സംഭവിച്ചത് എന്താണ്? ജനത്തിന് നാശം വന്നു. അടുത്ത യുദ്ധത്തിൽ ഇസ്രായേൽക്കാർ തോറ്റു. കുറേയേറെ പേര് മരിക്കാനിടയായി. വലിയ നഷ്ടമായിപ്പോയി. നാം വായിക്കുന്നത് 7-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം നോക്കി വായിക്കാം. യോശുവ വീണ് കിടന്ന് കരയുകയാണ്. ദൈവമേ, ഞങ്ങൾക്ക് ഈ നഷ്ടം വന്നല്ലോ, ഞങ്ങൾക്ക് ഈ കെടുതി വന്നല്ലോ, ഞങ്ങൾക്ക് ഈ വലിയ പരാജയം വന്നല്ലോ. എൻ്റെ ദൈവമേ, ഞങ്ങൾക്ക് ഇത്രയും വലിയ നാശം വന്നു പോയല്ലോ. ഞങ്ങൾ അനേകം പേര് മരിക്കാനിടയായല്ലോ, യുദ്ധത്തിൽ പട്ടുപോയല്ലോ, അനേകർ യുദ്ധത്തിൽ തോറ്റുപോയല്ലോ, അനേകർ യുദ്ധത്തിൽ പിന്തിരിഞ്ഞ് ഓടേണ്ടി വന്നല്ലോ, അനേകം പേര് യുദ്ധക്കളത്തിൽ പട്ടുപോയല്ലോ, മരിച്ചുപോയല്ലോ, വധിക്കപ്പെട്ടല്ലോ. യോശുവ കരയുകയാണ്. യഹോവ യോശുവയോട് അരുളി ചെയ്തത്, എഴുന്നേൽക്ക, നീ ഇങ്ങനെ സാഷ്ടാംഗം വീണ് കിടക്കുന്നത് എന്തിന്? നീ എന്തിനു മോനെ ഇങ്ങനെ വീണ് കിടക്കുന്നു? ആവശ്യമില്ലാതെ ഇങ്ങനെ കരഞ്ഞിട്ട് നിങ്ങൾക്ക് കാര്യമില്ല. ഈ കരച്ചിലോട്ടൊന്നും ഒരു കാര്യവും നടക്കുകയില്ല. യോശുവയോട് ദൈവം പറയുകയാണ്, നീ എന്തിനെങ്ങനെ വീണ് കിടന്ന് കരയുന്നു? എഴുന്നേൽക്ക, നീ ഇങ്ങനെ സാഷ്ടാംഗം വീണ് കിടക്കുന്നത് എന്തിന്? ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു. പാപം മാറ്റാതെ എത്ര പ്രാർത്ഥിച്ചാലും, പാപം മാറ്റാതെ എത്ര ഉപവാസം എടുത്താലും, ഭജന വരുന്നാലും, എത്ര ഉപകാര പ്രവൃത്തി ചെയ്താലും, പുണ്യപ്രവൃത്തി ചെയ്താലും, മനോഗുണ പ്രവൃത്തി ചെയ്താലും ഒരു ഫലവുമില്ല മോനെ. നീ എത്ര നേരം ഉച്ച നോക്കിയാലും ഫലമില്ല. നീ പ്രാർത്ഥനകൾ നീട്ടി ചൊല്ലിയാലും ഫലമില്ല. വളരെ ദീർഘമായ പ്രാർത്ഥനകൾ ഉരുവിട്ടുകൊണ്ടിരുന്നാലും പ്രയോജനമില്ല. നീ എന്തിനിങ്ങനെ വീണ് കിടക്കുന്നു? നീ യോശുവ അന്ന് പകൽ മുഴുവൻ ആഹാരം കഴിക്കാതെ പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കുകയാണ്. നിലം പറ്റ വീണ് കിടന്ന് കരഞ്ഞുകൊണ്ട് കിടക്കുകയാണ്. ദൈവം പറഞ്ഞു, നീ എഴുന്നേൽക്ക. യഹോവ പറഞ്ഞു, ഒന്നുകൂടെ വായിക്കാം, 10-ാം വാക്യം മുതൽ. യഹോവ യോശുവയോട് അരുളി ചെയ്തത്, എഴുന്നേൽക്ക, നീ ഇങ്ങനെ സാഷ്ടാംഗം വീണ് കിടക്കുന്നത് എന്തിന്? ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു. ദൈവം പറയുന്നു, ഒരാളാണ് പാപം ചെയ്തത്. പക്ഷേ ദൈവം പറയുന്നു, ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു. നോക്കൂ, ഒരാൾ ചെയ്ത പാപം സമൂഹത്തിന്മേൽ ആരോപിക്കുകയാണ്. ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു. ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുള്ള എൻ്റെ നിയമം അവർ ലംഘിച്ചിരിക്കുന്നു. അവർ ലംഘിച്ചിരിക്കുന്നു. ആഖാൻ ഒരാളാണ് ലംഘിച്ചത്. ആഖാൻ ഒരാളാണ് പാപം ചെയ്തത്. അവർ ലംഘിച്ചിരിക്കുന്നതാണ് ദൈവം പറയുന്നത്. എൻ്റെ നിയമം അവർ ലംഘിച്ചിരിക്കുന്നു. അവർ ശപഥാർപ്പിതം എടുത്തിരിക്കുന്നു. അവർ ശപഥാർപ്പിതം എടുത്തിരിക്കുന്നു. അവർ ശപഥാർപ്പിതം എടുത്തിരിക്കുന്നു. അവർ മോഷ്ടിച്ച് മറവ് ചെയ്ത്
തങ്ങളുടെ സാമാനങ്ങൾക്കിടയിൽ അത് വെച്ചിരിക്കുന്നു. അവർ മോഷ്ടിച്ചു, അത് ഒളിച്ചു വെച്ചു, തങ്ങളുടെ സാമാനങ്ങൾക്കിടയിൽ അത് മറച്ചു വച്ചിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ ശാപഗ്രസ്തരായി തീർന്നതുകൊണ്ട് ശത്രുക്കളുടെ മുമ്പിൽ നിൽപ്പാൻ കഴിയാതെ ശത്രുക്കൾക്ക് പുറം കാട്ടേണ്ടി വന്നു. ഇസ്രായേൽ മക്കൾ ശാപഗ്രസ്തരായി പോയി, ശാപം വന്നുപോയി. ഇസ്രായേൽ മക്കളുടെ മേൽ ശാപം വന്നിരിക്കുന്നു, ഒരാളുടെ മേലല്ല. ഒരാൾ മൂലം സകലരുടെ മേലും ഇസ്രായേൽ മക്കൾ ശാപഗ്രസ്തരായി തീർന്നതുകൊണ്ട് ശത്രുക്കളുടെ മുമ്പിൽ നിൽപ്പാൻ കഴിയാതെ ശത്രുക്കളുടെ മുമ്പിൽ തോറ്റോടേണ്ടി വന്നു, പുറം കാട്ടേണ്ടി വന്നു. ശാപം നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കാതിരുന്നാൽ ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കുകയില്ല. ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കണമെങ്കിൽ ശാപം നിങ്ങൾ മാറ്റണം. ശാപം നിങ്ങളുടെ ഇടയിൽ നീക്കാതിരുന്നാൽ ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കുകയില്ല. നീ എഴുന്നേറ്റ് ജനത്തെ ശുദ്ധീകരിച്ച് അവരോട് പറക. മകനെ, യോശുവയോട് ദൈവം പറയുകയാണ്, മകനെ നീ എഴുന്നേറ്റ് ജനത്തെ ശുദ്ധീകരിക്കുക. ജനത്തിൻ്റെ മേൽ ശാപവും പാപവും വന്നിരിക്കുന്നു, തന്മൂലം ജനത്തെ നീ ശുദ്ധീകരിക്കുക. നീ എഴുന്നേറ്റ് ജനത്തെ ശുദ്ധീകരിച്ച് അവരോട് പറക, നാളത്തേക്ക് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ. നാളത്തേക്ക് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ. ഇസ്രായേലേ, നിന്റെ നടുവിൽ ഒരു ശാപമുണ്ട്. ഇസ്രായേലേ, നിന്റെ നടുവിലൊരു ശാപമുണ്ട്. ശാപം നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും വരെ, ശാപം നിങ്ങളുടെ ഇടയിൽ നീക്കിക്കളയും വരെ ശത്രുക്കളുടെ മുമ്പിൽ നിൽപ്പാൻ നിനക്ക് കഴിയുകയില്ല. നിങ്ങൾക്ക് ശത്രുക്കളുടെ മുമ്പിൽ നിൽപ്പാൻ കഴിയുകയില്ല. നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കുകയില്ല, നേരെ നിൽക്കാൻ സാധിക്കുകയില്ല. ശാപം നിങ്ങളുടെ ഇടയിൽ നീക്കിക്കളയും വരെ ശത്രുക്കളുടെ മുമ്പിൽ നിൽപ്പാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്നിങ്ങനെ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നു. എന്നിങ്ങനെ ഇസ്രായേൽ ദൈവമായ യഹോവ കൽപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ ശാപം വരാൻ കാരണം ആഖാൻ ഒരാൾ ചെയ്ത പാപമാണ്. പക്ഷേ ആ ഒരാളുടെ പാപം അത് എല്ലാവരുടെ മേലും പരന്നു. വളരെ ഗൗരവമേറിയൊരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ യോനയുടെ പുസ്തകം വായിച്ചിട്ടുണ്ടല്ലോ. യോനയുടെ കഥ നിങ്ങൾക്കറിയാമല്ലോ. യോന ഒരാളാണ് പാപം ചെയ്തത്. അന്ന് ആ മെഡിറ്ററേനിയൻ കടലിൽ കൂടി പോകുന്ന കപ്പലിൽ എന്തുമാത്രം ആൾക്കാരുണ്ട്, എത്രയോ യാത്രക്കാരുണ്ട്, ചരക്ക് സാധനങ്ങളുണ്ട്, എത്രയോ കച്ചവട സാധനങ്ങളുണ്ട്. ഇതെല്ലാം അങ്ങ് തർശീസിലേക്ക്, ഗ്രേറ്റ് ബ്രിട്ടനിലേക്ക് പോകുന്ന കപ്പലാണ്. അങ്ങ് മെഡിറ്ററേനിയൻ കടലിൽ കൂടി പോയി ജിബ്രാൾട്ടർ കടലിലേക്ക് കടന്ന്, അറ്റ്ലാന്റിക് സമുദ്രത്തിൽ കടന്ന് അങ്ങ് ഗ്രേറ്റ് ബ്രിട്ടനിലേക്ക് ആ കപ്പൽ നീങ്ങേണ്ടതാണ്. പക്ഷേ കപ്പലിനൊരടി നീങ്ങാൻ പറ്റുന്നില്ല. കൊടുങ്കാറ്റാഞ്ഞടിക്കുകയാണ്. കൊടുങ്കാറ്റാഞ്ഞടിക്കുന്നു. ഒരു കെടാച്ചരക്ക് കപ്പലിൽ കിടപ്പുണ്ട്. ആ കപ്പലിലെ യാത്രക്കാരിൽ ഒരാൾ പാപം ചെയ്തിരിക്കുന്നു, ഒരാൾ വചനം ലംഘിച്ചിരിക്കുന്നു. ഒറ്റയ്ക്കൊരാൾ, യോന ഒരാൾ വചനം ലംഘിച്ചിരിക്കുന്നു. കപ്പലിലുള്ള യാത്രക്കാരും അറിഞ്ഞില്ല ആരാണ് കുറ്റം ചെയ്തതെന്ന്, ആരിലാണ് പാപമെന്ന് അറിഞ്ഞില്ല. യോന അങ്ങനെ ഒരാൾ ഉണ്ടെന്ന് പോലും അവർക്ക് അറിഞ്ഞുകൂടാ. കാരണം യോനയെ ആ കൂട്ടത്തിൽ കാണുന്നില്ല. യോന കപ്പലിൻ്റെ അടിത്തട്ടിലേക്ക് ചെന്ന് അടിത്തട്ടിൽ അവിടെ സാമാനങ്ങളിടയിൽ കിടന്ന് ഉറങ്ങുകയാണ്. പാപം ചെയ്തവൻ ഉറങ്ങുകയാണ്. അവന് പുറത്തെ കോളിളക്കങ്ങൾ വിഷയമല്ല, പുറത്തെ കോളിളക്കവൻ അറിയുന്നുമില്ല. കടലിങ്ങനെ ഇളകിമറിയുന്നു, തിരമാലകൾ ആഞ്ഞു കുതിക്കുന്നു, കൊടുങ്കാറ്റ് ഉഗ്രമായി വീശുന്നു, കപ്പൽ ആടി ഉലയുന്നു. എല്ലാവരും സംഭ്രമത്തിലായിരിക്കുന്നു. കപ്പൽ മെഡിറ്ററേനിയൻ കടലിൽ താണുപോകും, ഉറപ്പാണ്. അയ്യോ, നടുക്കടലിൽ താണുപോകുന്നല്ലോ. ആളുകൾ കൂട്ടക്കരച്ചിലാണ്, നിലവിളിയാണ്. യോന ഇതൊന്നും അറിയുന്നുമില്ല. ഒറ്റയ്ക്കൊരാൾ പാപം ചെയ്തു. എല്ലാവരും സംഭ്രമത്തിലായി, എല്ലാവരും ഭയപ്പാടിലായി, എല്ലാവർക്കും നഷ്ടമായി, എല്ലാവർക്കും നാശമായി. അവർ കപ്പലിലെ ചരക്കുകൾ കടലിലേക്ക് എറിഞ്ഞു കളഞ്ഞു. കപ്പലിൻ്റെ ഭാരം കുറയ്ക്കാൻ, കനം കുറയ്ക്കാൻ എല്ലാം കടലിലേക്ക് എറിഞ്ഞു. നഷ്ടം വന്നു. നഷ്ടം യോനയ്ക്കല്ല, എല്ലാവർക്കും വന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാം എറിഞ്ഞു കളഞ്ഞു. പക്ഷേ ആ കപ്പലിൻ്റെ പ്രശ്നം മാറുന്നില്ല. കൊടുങ്കാറ്റ് ശാന്തമാകുന്നില്ല, തിരമാലകൾ അടങ്ങുന്നില്ല, കപ്പൽ ഒന്ന് ഉറയ്ക്കുന്നില്ല. എന്തു ചെയ്യും? അവസാനം യോനായെ എടുത്ത് കടലിലേക്ക് എറിഞ്ഞിട്ടേ എല്ലാം ശാന്തമാകുന്നുള്ളൂ. യോനായെ എടുത്ത് കടലിലേക്ക് എറിഞ്ഞു. പുറത്തേക്ക് പോകേണ്ടവനെ പുറത്തേക്ക് കളഞ്ഞേ പറ്റൂ. സ്നേഹിതരെ, നമ്മുടെ ജീവിതമാകുന്ന പടകിൽ, നമ്മുടെ ഹൃദയമാകുന്ന പടകിൽ അകത്തിരിക്കുന്ന പാപത്തെ പുറത്തെടുത്ത് കളയാതെ ഈ ജീവിതം ശാന്തമാവുകയില്ല. ഇന്നത്തെ പ്രതിസന്ധികൾ മാറുകയില്ല, ഇന്നത്തെ കെടുതികൾ തീരുകയില്ല, ഇന്നത്തെ അത്യാഹിതങ്ങൾ മാറുകയില്ല, ഇന്നത്തെ പ്രതിസന്ധികൾക്കൊരു പരിഹാരം ഉണ്ടാവുകയില്ല. സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കൂ, അകത്തൊരു കടാച്ചരക്ക് കിടപ്പുണ്ട്, അകത്ത് ഒരു മറഞ്ഞിരിക്കുന്ന പാപമുണ്ട്. മറ്റാർക്കും അറിഞ്ഞുകൂടാ ഇങ്ങനൊരു ആൾ അകത്ത് കിടപ്പുണ്ടെന്ന്. സ്നേഹിത, നിൻ്റെ ജീവിതത്തിൽ മറഞ്ഞിരിക്കുന്ന ചില പാപങ്ങളുണ്ട്. അതെടുത്ത് കളയാതെ നിനക്ക് സ്വസ്ഥത കിട്ടുകയില്ല. ഒരാൾ മൂലം കപ്പലിന് മൊത്തത്തിൽ കേടുവന്നു, ഒരാൾ മൂലം കപ്പലിന് മൊത്തത്തിൽ നഷ്ടം വന്നു,
ഒരാൾ മൂലം കപ്പലിലെ യാത്രക്കാർക്ക് എല്ലാം കേടുവന്നു. ഒരാൾ മൂലം അനേകർക്ക്. സ്നേഹിതരെ, നിങ്ങൾ ഒരാൾ മൂലം നിങ്ങളുടെ കുടുംബത്തിന് കരുതി വരും നിങ്ങൾക്കറിയാമോ? നിങ്ങൾ ഒരാളുടെ ദുസ്വഭാവം മൂലം നിങ്ങളുടെ മക്കൾ നഷ്ടപ്പെടും നിങ്ങൾക്കറിയാമോ? മക്കൾക്ക് പഠിക്കാൻ ബുദ്ധിയില്ലാതാകും നിങ്ങൾക്കറിയാമോ? മക്കളുടെ സ്വഭാവത്തിൽ മാലിന്യം വരും നിങ്ങൾക്കറിയാമോ? നിങ്ങൾ ഒരാളുടെ പാവം മൂലം, ഭാര്യയും ഭർത്താവും തമ്മിൽ സണ്ടയിൽ കഴിയുന്നത് മൂലം, ഭാര്യയും ഭർത്താവും പിണങ്ങിക്കഴിയുന്നത് മൂലം, വീട്ടിൽ തന്നെ ഒരു വീട്ടിൽ കഴിയുന്നെങ്കിലും പരസ്പരം ഈർഷ്യയും ഇഷ്ടക്കുറവും മുഷിച്ചിലും നീരസവും കയ്പും വിദ്വേഷവുമായി മിണ്ടാട്ടമില്ലാതെ അഥവാ മിണ്ടുന്നെങ്കിലും കൊത്തും കോളും വെച്ച് പറഞ്ഞുകൊണ്ട് പരസ്പരം കുത്തുവാക്ക് പറഞ്ഞുകൊണ്ട് അങ്ങനെ കഴിഞ്ഞു കൂടുന്നത് മൂലം കുഞ്ഞുങ്ങളുടെ സ്വഭാവം മോശമാകും നിങ്ങൾക്കറിയാമോ? അനേകം കുടുംബങ്ങൾ തകരുകയാണ്, ഒരാളാണ് കാരണം. അനേകം സ്ഥാപനങ്ങൾ മുടിയുകയാണ്, ഒരാളാണ് കാരണം. അനേക ജീവിതങ്ങൾ തകരുകയാണ്, ഒറ്റയ്ക്കൊരാളാണ് കാരണം. പക്ഷേ എല്ലാവരുടെ മേലും അതിന് ശിക്ഷ വരികയാണ്. എല്ലാവർക്കും സമൂഹത്തിൻ്റെ മേൽ അനർത്ഥം വരികയാണ്. യോന മൂലം കപ്പലിന് മൊത്തത്തിൽ ആപത്ത് വന്നു, അനർത്ഥം വന്നു. അതുപോലെ തന്നെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം, മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം വായിക്കുമ്പോൾ കാണാം, അവിടെ യേശുവിനെ വണങ്ങുവാൻ, യേശുവിനെ വന്ദിക്കുവാൻ വിദ്വാൻമാർ പുറപ്പെട്ടു. വിദ്വാൻമാർ, കിഴക്ക് നിന്ന് വിദ്വാൻമാർ പുറപ്പെട്ടു. അവർ 3 പേരുണ്ടെന്നാണ് ചരിത്രം പറയുന്നത്. വിദ്വാൻമാരെ കിഴക്ക് നിന്ന് അവരെ ഒന്നിച്ചുകൂടി പുറപ്പെട്ടു. അവരെ യാത്ര ചെയ്തു. യേശുവിനെ അന്വേഷിച്ചാണ് പുറപ്പെടുന്നത്. ഭാഗ്യവശാൽ നക്ഷത്രം അവർ വഴി നടത്തി. ഒരു നക്ഷത്രം അവർക്ക് മുൻപേ പോയിക്കൊണ്ടിരുന്നു. നക്ഷത്രം പോകുന്ന ദിശയിൽ കൂടി അവർ യാത്ര ചെയ്തു. അവർ വാനഗോള നിരീക്ഷകരായിരുന്നു. അവർ വാനശാസ്ത്രജ്ഞന്മാരായിരുന്നു. അവർക്ക് വാനശാസ്ത്രം അറിയാമായിരുന്നു. അവർ ആ നക്ഷത്രത്തെ കണ്ടുകൊണ്ട് പോവുകയാണ്. എന്നാൽ കുറേ അങ്ങോട്ട് ചെന്നപ്പോൾ അവർക്ക് ഒരു സംശയം. രാജകുമാരൻ ജനിക്കുന്നത് കൊട്ടാരത്തിലല്ലേ? കൊട്ടാരത്തിലല്ലേ രാജകുമാരൻ ജനിക്കുന്നത്? അവർ വിചാരിച്ചു കൊട്ടാരത്തിലാണ് രാജകുമാരൻ ജനിക്കുന്നത്. യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെവിടെ? യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെവിടെ? രാജാവിനെ തേടി അവർ ചെന്ന് ഹെരോദ രാജാവിൻ്റെ കൊട്ടാരത്തിൽ കയറി. രാജകുമാരനെ തേടി അവർ ചെന്ന് രാജകുമാരൻ്റെ ശത്രുവിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് കയറി. പ്രിയപ്പെട്ടവരെ, നോക്കൂ, ആ 3 വിദ്വാൻമാർ, എത്രയവരുമാകട്ടെ, ആ വിദ്വാൻമാർ യേശുവിനെ വണങ്ങുവാനും വന്ദിക്കുവാനും പുറപ്പെട്ട സതുദ്ദേശത്തോടെ പുറപ്പെട്ടവർ ലക്ഷ്യം തെറ്റി കൊട്ടാരത്തിൽ കയറി ഭൗതിക ഭോഗലാലസയിലേക്ക് മാറി, ഭൗതിക ഇമ്പങ്ങളിലേക്ക് മാറി, വെറിക്കൂത്തിലേക്കോ ലോക ഇമ്പങ്ങളിലേക്കോ മാറുന്ന മനുഷ്യരെ പോലെ അവർ പോകേണ്ട വഴിക്ക് പോകാതെ നക്ഷത്രം കാണിച്ചു തന്ന വഴി വിട്ട് അവർ കൊട്ടാരത്തിലേക്ക് കയറി. നക്ഷത്രം നിശ്ചലമായി. അതുവരെ നടത്തിക്കൊണ്ടുവന്ന നക്ഷത്രം നിശ്ചലമായി. നക്ഷത്രം അനങ്ങാതെ നിൽക്കുകയാണ്. കൊട്ടാരത്തിൻ്റെ ഗോപുരത്തിൻ്റെ മുകളിൽ, അങ്ങ് മുകളിൽ ആകാശത്തിൽ നക്ഷത്രം അവിടെ നിൽക്കുകയാണ്. നക്ഷത്രം ചലിക്കുന്നില്ല. അതുവരെ ചലിച്ചുകൊണ്ടിരുന്ന നക്ഷത്രം ചലിക്കുന്നില്ല. എൻ്റെ സ്നേഹിതരെ, ഒറ്റയ്ക്ക് ഒരാളുടെ തെറ്റുമൂലം അനേകർക്ക് നാശം വരുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ആ നക്ഷത്രം ചലിക്കാതായി അവർ ഹെരോദ രാജാവിൻ്റെ കൊട്ടാരത്തിൽ കയറി. യഹൂദന്മാർ രാജാവായി പിറന്നവൻ എവിടെയെന്ന് ചോദിച്ചു. രാജാവായി പിറന്നവനോ? അങ്ങനെയുണ്ടോ? ഇവിടെ കൊട്ടാരത്തിൽ അങ്ങനെ ജനിച്ചിട്ടില്ലല്ലോ. ഹെരോദാവിന് സംഭ്രമമായി. ഞാൻ അറിയാതെ ആരാ ജനിച്ചത് രാജാവായിട്ട്? ഹെരോദ രാജാവിന് സംഭ്രമമായി, പരിഭ്രാന്തിയായി. രാജാവ് ഉടനെ വിദ്വാൻമാരെ വിളിച്ചു വരുത്തി. ചോദിച്ചു, എവിടെയാണ് രാജാവ് ജനിക്കുന്നത്? ബേത്ലഹേമിൽ. ഉടനെ രാജാവ് വിചാരിച്ചു, ഈ ശിശുവിനെ കൊന്നേ പറ്റൂ, ശിശുവിനെ കൊല്ലണം. അതിനെന്താ ചെയ്യുക? 2 വയസ്സിൽ താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കൂട്ടത്തോടെ കൊല്ലാൻ ഓർഡർ പുറപ്പെട്ടു. രാജാവിൻ്റെ കൽപ്പന. എത്രയോ ശിശുക്കൾ അന്ന് വധിക്കപ്പെട്ടു. എത്രയോ ശിശുക്കൾ. എന്താണ് കാരണം? ദൈവത്തെ തേടി പുറപ്പെട്ടവർക്ക് വഴിത്തെറ്റുണ്ടായി. അനേകം നിരപരാധികൾ കൊല്ലപ്പെട്ടു. നിരപരാധികളായ കുഞ്ഞുങ്ങൾ പിടഞ്ഞു മരിച്ചു. സഹോദരങ്ങളെ, നിങ്ങൾ ദൈവത്തെ തേടി പുറപ്പെട്ടവരാണ്. നിങ്ങളുടെ സമർപ്പണം എടുത്തവരാണ്. നിങ്ങൾ ജീവിതത്തിൽ ചില തീരുമാനങ്ങളിലേക്ക് വന്നവരാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ചില വ്യക്തമായ ഉടമ്പടികൾ ചെയ്തവരാണ്. വ്യക്തമായും ദൈവത്തോട് വാക്ക് പറഞ്ഞവരാണ്. കർത്താവേ, ഞാനും എനിക്കുള്ളതെല്ലാം നിൻ്റേത് എന്ന് ദൈവത്തോട് വാക്ക് പറഞ്ഞ അനേകർ ഈ വാക്കുകളെ കേൾക്കുന്നുണ്ട്. എന്നാൽ സ്നേഹിത, നീ ഇന്ന് കൊട്ടാരത്തിലേക്ക് കയറിയിരിക്കുകയാണോ? ലോക ഇമ്പത്തിൽ ചെന്ന് തറ്റി നിൽക്കുകയാണോ? ലോക സുഖഭോഗങ്ങളിലേക്ക് നീ മാറിപ്പോയിരിക്കുകയാണോ? ലോകത്തിൻ്റെ ഇമ്പങ്ങളിലേക്കും ലോകമനുഷ്യരുടെ പ്രീതിയിലേക്കും ലോകമനുഷ്യരുടെ ബഹുമതിയിലേക്കും നീ തിരിഞ്ഞിരിക്കുകയാണോ? ലോകമനുഷ്യരുടെ മുമ്പിൽ നല്ല പിള്ളയാകാൻ നീ ആഗ്രഹിക്കുകയാണോ? പ്രിയപ്പെട്ടവരെ, സംഭവിക്കുക എന്താണെന്നറിയാമോ? അനേകം നിരപരാധികൾ വധിക്കപ്പെടും. അനേകം നിരപരാധികൾ.
വളർന്ന് ഉയർന്ന് പോകേണ്ടവരായ, ഉയർന്ന സോപാനങ്ങൾ എത്തേണ്ടവരായ, ഉയർന്ന ഭാവി ജീവിത ശോഭകൾ നേടേണ്ടവരായ അനേകരെ വധിക്കപ്പെടാൻ കാരണമായി തീരും. അനേകർ മരിച്ചു പോകാൻ കാരണമായി തീരും. ചിന്തിക്കൂ സഹോദരങ്ങളെ. എന്നാൽ ഒരു സദ്വർത്തമാനമുണ്ട്. ആ നക്ഷത്രം ചലിക്കാതെ അവിടെ നിൽക്കുന്നുണ്ട്. നക്ഷത്രം മാറാതെ നിൽക്കുന്നുണ്ട്. ആ നക്ഷത്രം അസ്തമിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ സ്നേഹം കെട്ടുപോയിട്ടില്ല. ആ സ്നേഹാഗ്നി അണഞ്ഞു പോയിട്ടില്ല. ദൈവത്തിൻ്റെ സ്നേഹം, ഗോകുൽത്തായിൽ വെളിപ്പെടുത്തപ്പെട്ട ക്രൂസിലെ സ്നേഹം, നിത്യനായ ദൈവത്തിൻ്റെ സ്നേഹം ഇന്നും അണഞ്ഞു പോയിട്ടില്ല. ആ തിരി കെട്ടിട്ടില്ല. ഇന്നും നക്ഷത്രം അവിടെ നിൽക്കുന്നുണ്ട്. പോയവർ തിരികെ വരുന്നോ എന്ന് നോക്കിക്കൊണ്ട് നക്ഷത്രം നിൽക്കുകയാണ്. കൊട്ടാരത്തിൽ കയറി പറ്റിയവരെ മടങ്ങി വരുന്നോ എന്ന് നോക്കിക്കൊണ്ട് നക്ഷത്രം നിൽക്കുകയാണ്. സ്നേഹിതരെ, നിങ്ങൾ എഴുന്നേറ്റ് വരുമോ? നിങ്ങൾ മടങ്ങി വരുമോ? ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരുമോ? ആദ്യ ലഹരിയിലേക്ക് മടങ്ങി വരുമോ? ആദ്യകാലത്തുണ്ടായിരുന്ന ആത്മാവിൻ്റെ കുതിപ്പിലേക്ക് മടങ്ങി വരുമോ? ആത്മാവിൻ്റെ തേജസ്സിലേക്കും ആത്മാവിൻ്റെ മഹത്വകരമായ അനുഭൂതിയിലേക്കും നിങ്ങൾ മടങ്ങി വരുമോ? യേശുക്രിസ്തു നിങ്ങൾ സ്നേഹത്തോട് ക്ഷണിക്കുകയാണ്, വരുവീൻ. ഇറങ്ങി വന്നു. നക്ഷത്രം പയ്യെ ചലിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നക്ഷത്രം ചലിക്കാൻ തുടങ്ങി. നിങ്ങൾ ഇറങ്ങി വന്നാൽ നക്ഷത്രം ചലിക്കും. നിങ്ങൾ മടങ്ങി വന്നാൽ നക്ഷത്രം ചലിക്കും. ദൈവത്തിന് സ്തോത്രം. പാവം വിദ്വാൻമാർ അവരെ ഓർത്തു, ഞങ്ങൾ മൂലം എത്രയോ പാവങ്ങൾ മരിച്ചു. അയ്യോ, ഞങ്ങൾ മൂലം, ഞങ്ങൾക്കൊരല്പം തെറ്റുപറ്റിയത് മൂലം എത്രയോ പാവങ്ങൾ മരിച്ചു. ദൈവത്തിന് സ്തോത്രം. ഒരാൾ മൂലം അല്ലെങ്കിൽ ന്യൂനപക്ഷം മൂലം ബഹുഭൂരിപക്ഷം പേർക്ക് നഷ്ടം വരുന്നു, കഷ്ടം വരുന്നു. ദൈവത്തിന് സ്തോത്രം. ആഖാൻ ഒരാൾ മൂലം ഇസ്രായേൽ മക്കൾക്കെല്ലാം നഷ്ടം വന്നു, കഷ്ടം വന്നു, അനേകർ മരിക്കാനിടയായി. യോന ഒരാൾ മൂലം കപ്പലിന് ഛേദം വന്നു, കപ്പലിലെ ചരക്കുകൾക്ക് നഷ്ടം വന്നു, കപ്പലിലുള്ളവർക്ക് നഷ്ടം വന്നു, അനേകർക്ക് നഷ്ടം വന്നു. വിദ്വാൻമാർ അവരേതാനും പേരേ ഉള്ളൂ, 2-3 പേരേ ഉള്ളൂ. അവർ മൂലം അനേകം കുഞ്ഞുങ്ങൾ, നിരപരാധികളായ കുഞ്ഞുങ്ങൾ, നിഷ്കളങ്കരായ ശിശുക്കൾ വധിക്കപ്പെട്ടു, നാശം വന്നു. സഹോദരങ്ങളെ, നിങ്ങൾ ദയവായി ചിന്തിക്കുമോ? കർത്താവേ, എൻ്റെ ജീവിതം മൂലം ആർക്കെങ്കിലും നഷ്ടം വരുന്നുണ്ടോ? എൻ്റെ ജീവിതം മൂലം ആർക്കെങ്കിലും കഷ്ടം വരുന്നുണ്ടോ? എൻ്റെ ഒരു വാക്ക് മൂലം ആർക്കെങ്കിലും നൊമ്പരം തട്ടുന്നുണ്ടോ? എൻ്റെ ഒരു പെരുമാറ്റം മൂലം ആർക്കെങ്കിലും നാശം വരുന്നുണ്ടോ? എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു ചെയ്തി മൂലം ആർക്കെങ്കിലും എന്തെങ്കിലും ദോഷമോ നാശമോ നഷ്ടമോ വരുന്നുണ്ടോ? എൻ്റെ കർത്താവേ, വന്നതെല്ലാം എനിക്ക് ക്ഷമിച്ചു തരണം. എൻ്റെ ചില വാക്കുകൾ ചിലരെ മുറിപ്പെടുത്തിപ്പോയി. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ചില പെരുമാറ്റങ്ങൾ ചിലരുടെ ഹൃദയത്തെ നൊമ്പരപ്പെടുത്തിപ്പോയി. എൻ്റെ ദൈവമേ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ വീട്ടിൽ, എൻ്റെ ഭാര്യ എൻ്റെ വാക്കുകൾ മൂലം വേദനിക്കേണ്ടി വന്നുപോയി. എൻ്റെ പ്രായമായ മാതാപിതാക്കൾ എൻ്റെ പെരുമാറ്റം മൂലം സങ്കടപ്പെടേണ്ടി വന്നുപോയി. എൻ്റെ കർത്താവേ, എൻ്റെ മക്കൾ ഞാൻ സ്നേഹം കൊടുക്കാത്തത് മൂലം അവർ വേദനിക്കുകയും ഞരങ്ങുകയും വിഷമിക്കുകയും അവരുടെ ജീവിതം താണുപോവുകയും അധപ്പതിക്കുകയും ചെയ്തു പോയി. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നിങ്ങൾക്ക് ചിന്തിക്കാൻ എന്തെങ്കിലും വകയുണ്ടോ? നിങ്ങൾക്ക് ഓർത്തോർത്ത് ദൈവത്തോട് യാചിക്കാൻ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? തെറ്റുകൾ പറ്റി ഒരാളുടെ തെറ്റ്, ആഘാന് പറ്റിയ തെറ്റ്, അത് അനേകരിലേക്ക് വ്യാപിച്ചു. ദൈവത്തിന് സ്തോത്രം. അനേകരിലേക്ക് ആ അപകടം വ്യാപിച്ചു. എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞു തരാം. ദൈവത്തിന് സ്തോത്രം. എല്ലാവരുടെയും തെറ്റ് ഒരാൾ ഏറ്റെടുത്തു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എല്ലാവരുടെയും തെറ്റ് ഒരാൾ ഏറ്റെടുത്തു. എല്ലാവരുടെയും പാവം ഒരാൾ ഏറ്റെടുത്തു. അതാണ് ഗോകുൽത്തായിലെ കുരിശിലെ ക്രൂശ് മരണം. ദൈവത്തിന് സ്തോത്രം. എല്ലാവരുടെയും പാപം യേശു സ്വയം ഏറ്റെടുത്തു. എല്ലാവരുടെയും ചുമട് യേശു ഏറ്റെടുത്തു. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എൻ്റെ മുഖമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കിലേക്ക് വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. നമ്മുടെ മുഖമെല്ലാം യേശു ഏറ്റെടുത്തു. നമ്മുടെ മുഖമെല്ലാം യേശു ഏറ്റെടുത്തു. എന്നിട്ട് യേശുവിൻ്റെ ചുമലിലേക്ക് നമ്മുടെ ഭാരക്കെട്ടുകളെല്ലാം അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ട് നാം അവൻ്റെ കൈക്കീഴ് താണിരിക്കുന്നു, അവനോട് ചേർന്ന് നടക്കുന്നു. എന്തൊരു സൗഭാഗ്യകരമായ ജീവിതമാണത്. നടത്താനൊരാളുണ്ട്, ഏറ്റെടുക്കാനൊരാളുണ്ട്, അന്വേഷിക്കാനൊരാളുണ്ട്, കാര്യം നോക്കാനൊരാളുണ്ട്, തുറന്നു പറയാനൊരാളുണ്ട്, ഉള്ളു മുഴുവൻ തുറക്കാനൊരാളുണ്ട്. സ്നേഹിതരെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഉള്ളു തുറക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുക, ഒറ്റയ്ക്ക്. വേറെ ആരും വേണ്ട, ഭർത്താവ് വേണ്ട, ഭാര്യ വേണ്ട, ആരും വേണ്ട. നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ഇരിക്കുക. നിങ്ങൾ പറയുക, കർത്താവേ, നീ വാസ്തവമായി വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് സമീപസ്ഥനാണല്ലോ ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, ഹൃദയം നുറുങ്ങിയവർക്ക് നീ സമീപസ്ഥനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
മനസ്സ് തകർന്നവരെ നീ രക്ഷിക്കുന്ന ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഹൃദയം നുറുങ്ങിയവനായി വന്നിരിക്കുന്നു. ഞാൻ ഹൃദയം നുറുങ്ങിയവളായി വന്നിരിക്കുന്നു. ഞാൻ മനസ്സ് തകർന്നവളായി വന്നിരിക്കുന്നു. ഞാൻ വാസ്തവമായി നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു. നീ ഇപ്പോൾ സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകയാൽ നീ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ കർത്താവേ, എൻ്റെ ഹൃദയം ഞാൻ തുറക്കുകയാണ്. എൻ്റെ നാൾ വരെയുള്ള ജീവിതം നിൻ്റെ മുമ്പിൽ ഞാൻ തുറക്കുകയാണ്. ദൈവത്തോട് നിങ്ങൾ പറയൂ, എൻ്റെ ഇന്ന് വരെയുള്ള ജീവിതം ഞാൻ നിൻ്റെ മുമ്പിൽ തുറക്കുകയാണ്. ആരും അറിഞ്ഞിട്ടില്ലാത്ത ചില വശങ്ങളുണ്ട്, ആരും കണ്ടിട്ടില്ലാത്ത ചില വശങ്ങളുണ്ട്, ആരും അറിഞ്ഞിട്ടില്ലാത്ത ചില ലജ്ജാകരമായ വശങ്ങളുണ്ട്. എൻ്റെ ദൈവമേ, എനിക്ക് പുറത്തു പറയാൻ ലജ്ജിക്കുന്ന കാര്യങ്ങളുണ്ട്. അത് അറപ്പുളവാക്കുന്ന കാര്യങ്ങളുണ്ട്. എന്നാൽ അതെല്ലാം തിരുവൻപാകെ ഞാൻ തുറക്കുന്നു. കാരണം നീ അറിയാത്ത ഒന്നുമില്ല, നീ എല്ലാം അറിഞ്ഞിരിക്കുന്നു. ഇതാ ഞാൻ എല്ലാം തുറന്നു പറയാൻ തിരുവൻപാകെ വന്നിരിക്കുന്നു. എൻ്റെ യേശുവേ, നീ ഇപ്പോൾ എൻ്റെ അരികത്തുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് എല്ലാം നിന്നോട് പറയുകയാണ്. ആരും കേൾക്കാതെ ഞാൻ പയ്യെ പയ്യെ എല്ലാം നിന്നോട് പറയുകയാണ്. ആരും കേൾക്കാതെ, ഒരു ബഹളവുമില്ലാതെ, ഒരു ഒച്ചപ്പാടുമില്ലാതെ ശാന്തമായി കർത്താവേ ഞാൻ സൗമ്യമായി നിന്നോട് പറയുകയാണ്. എൻ്റെ ജീവിതം ഇതാണ്. പാപം മുറ്റിയൊരു ജീവിതം, അഴുക്ക് നശിപ്പിച്ചൊരു ജീവിതം, തിന്മ വളർന്നുപോയ ഒരു ജീവിതം, എൻ്റെ കർത്താവേ അനേകർക്ക് വേദന ഉളവാക്കിയ ഒരു ജീവിതം. എൻ്റെ ദൈവമേ, ഇത്രയും കാലം ജീവിച്ചത് എൻ്റെ ദൈവമേ പ്രയോജനമില്ലാത്തതിനായി ജീവിച്ചു പോയി. എന്നാൽ ഇന്ന് ഞാൻ എൻ്റെ കർത്താവേ തിരുവൻപാകെ വന്നിരിക്കുന്നത് എൻ്റെ ഹൃദയം പകരാനാണ്. എൻ്റെ ഉള്ളിലുള്ളതെല്ലാം ഒഴുക്കിക്കളയാനാണ്. എല്ലാം തിരുവൻപാകെ ഒഴിക്കാനാണ്. ദൈവത്തിന് സ്തോത്രം. കുരിശിൻ ചുവട്ടിൽ ഞാൻ ഇരിക്കുന്നു. ക്രൂശിതനായ യേശുവിൻ്റെ മുമ്പാകെ ഞാനിതാ ഇരിക്കുന്നു. ക്രൂശിതനായ യേശുവിൻ്റെ മുമ്പാകെ ഇരുന്നു കൊണ്ട് എല്ലാം ഞാൻ തുറന്നു പറയുകയാണ്. എന്നെ നീ ഒന്ന് കഴുകുമോ? എൻ്റെ തലമേൽ നിൻ്റെ കരമൊന്ന് വയ്ക്കുമോ? നിൻ്റെ തൃക്കരം എൻ്റെ തലമേൽ വെച്ച് എന്നെ ഒന്ന് ആശ്വസിപ്പിക്കുമോ? നിൻ്റെ തൃക്കരം എൻ്റെ മേൽ വെച്ച് എനിക്കൊരു തണുപ്പ് തരുമോ? എൻ്റെ നീറിപ്പുകയുന്ന ഹൃദയത്തിൻ്റെ കുളിർമ പകരുമോ? ഉടയവനെ, എൻ്റെ ഹൃദയത്തിൻ്റെ വിഷാദഭരിതമായ ഹൃദയത്തിൻ്റെ, ദുഃഖം നിറഞ്ഞ ഹൃദയത്തിൻ്റെ, നൈരാശ്യമുണ്ട ജീവിതത്തിൻ്റെ, എൻ്റെ കർത്താവെ ആത്മഹത്യ ചെയ്താൽ മതി എന്ന് ചിന്തിച്ചതായ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളിലേക്കും നിൻ്റെ സ്നേഹം ഇപ്പോൾ ഒന്ന് ദീപ്തി പോലെ കടന്നു വരുമോ? ഉജ്ജ്വലത്തായ പ്രകാശം പോലെ എൻ്റെ ഹൃദയത്തിലേക്ക് നീ കടന്നു വരുമോ? എന്നെ നീ ഒന്ന് രൂപാന്തരപ്പെടുത്തുമോ? എന്നെ നീ ഒന്ന് കഴുകുമോ? കഴിഞ്ഞകാല ജീവിതത്തിലെ സകല പാപങ്ങളും തിന്മകളും നിൻ്റെ തിരുരക്തത്താൽ കഴുകി തരുമോ? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സ്നേഹിതരെ, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ദൈവത്തോട് പറയാം. നിങ്ങൾക്ക് ദൈവസന്നിധിയിലെല്ലാം തുറന്നു പറയാം. എല്ലാം തുറന്നു പറഞ്ഞിട്ട് എല്ലാറ്റിൽ നിന്നും പരിഹാരം തരുന്നവനോട് ചോദിച്ചുകൊണ്ട് നിങ്ങൾക്ക് അവനിൽ നിന്ന് അനുഗ്രഹം സമൃദ്ധിയോടെ ഏറ്റുവാങ്ങാം. കർത്താവേ, എൻ്റെ മേൽ നിൻ്റെ അനുഗ്രഹം പകരണമേ, എൻ്റെ മേൽ നിൻ്റെ കൃപ പകരണമേ, എന്നെ നീ ഒന്ന് കഴുകി എടുക്കണമേ, എന്നെ നീ വിശുദ്ധീകരിക്കണമേ. എൻ്റെ കഴിഞ്ഞകാല പാവങ്ങൾ ഓർക്കല്ലേ എൻ്റെ കർത്താവേ, എൻ്റെ അനുസരണക്കേടുകൾ ഓർക്കല്ലേ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരാൾ മൂലം അനേകർക്ക് നാശവും കഷ്ടവും നഷ്ടവും വന്നത് എൻ്റെ മേൽ കണക്കിടല്ലേ. എൻ്റെ കർത്താവേ, നിൻ്റെ വേലയ്ക്ക് ഞാൻ തടസ്സം നിന്നത് എൻ്റെ മേൽ കണക്കിടല്ലേ. നിൻ്റെ വേലക്കാരെ ഞാൻ വേദനിപ്പിച്ചത് എൻ്റെ മേൽ കണക്കിടല്ലേ. നിൻ്റെ വേലയെ ഞാൻ തടുത്തത് എൻ്റെ മേൽ കണക്കിടല്ലേ. എൻ്റെ കരുണയുള്ള കർത്താവേ, ഞാൻ ഒരാൾ മൂലം അനേകർക്ക് കിട്ടേണ്ട അനുഗ്രഹം തടഞ്ഞു പോയത് എന്നോട് നീ കണക്കിടല്ലേ. സ്നേഹിതരെ, നിങ്ങൾ പ്രാർത്ഥിക്കൂ, ദൈവത്തോട് നിങ്ങൾ അപേക്ഷിക്കൂ. കാണാം ദൈവസ്നേഹം അണമുറിയാതെ നിങ്ങളുടെ മേൽ ഒഴുകുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവസ്നേഹം അണമുറിയാതെ ഒഴുകും. പ്രിയപ്പെട്ടവരെ, ദൈവസ്നേഹം നിങ്ങളുടെ മേൽ പടർന്ന് ഒഴുകിക്കൊണ്ടിരിക്കും. നിങ്ങളെ യേശു ശുദ്ധീകരിക്കും. യേശു ക്രിസ്തുവിന്റെ തിരുമാറിൽ നിന്നൊഴുകിയ തിരുരക്തത്താൽ അവൻ നിങ്ങളെ കഴുകും. ഹല്ലേലൂയ. ആ തിരുവിലാവിൽ നിന്നൊഴുകിയ തിരുരക്തം, നമുക്ക് വേണ്ടി ഒഴുകിയതായ തിരുരക്തം, നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഒഴുകിയതായ തിരുരക്തം ഇപ്പോൾ നിങ്ങളെ കഴുകട്ടെ. ഇപ്പോൾ നിങ്ങളുടെ ബാധകളെ മാറ്റട്ടെ. ഇപ്പോൾ നിങ്ങളുടെ ബന്ധനങ്ങൾ അഴിക്കട്ടെ. ഇപ്പോൾ നിങ്ങളുടെ മേലുള്ള ശാപങ്ങൾ മാറ്റട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ പോയ തെറ്റുകളെല്ലാം ക്ഷമിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, എല്ലാ പാപവും കഴുകുന്ന, എല്ലാ തെറ്റും ക്ഷമിക്കുന്ന, എല്ലാ ദോഷവും അകറ്റുന്ന സ്വർഗീയ സ്നേഹത്തിൻ്റെ നിസ്തുല പ്രകാശത്തിന് കീഴിൽ നിന്ന് വന്നിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ സമർപ്പിക്കുകയും യേശുവിനോട് പറയുവിൻ, യേശുവേ എന്നെ കഴുകണമേ, യേശുവേ എന്നെ ശുദ്ധീകരിക്കണമേ. നാഥ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ നീ ഓർത്തുകൊള്ളണമേ. എൻ്റെ യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ നീ ഓർത്തുകൊള്ളണമേ. യേശുവേ, നിൻ്റെ രണ്ടാമത്തെ വരവിൽ ഞാനും ചേർക്കപ്പെടുവാൻ ഇടയാകണമേ. പ്രാർത്ഥിക്കുവിൻ പ്രിയപ്പെട്ടവരെ, ഏൽപ്പിക്കുവിൻ, വരങ്ങളിലേക്ക് ഏൽപ്പിക്കുവിൻ. പുതിയ ജീവിതം തുടങ്ങുവീൻ. പാവത്തോട് യാത്ര പറഞ്ഞ് പുതിയ ജീവിതം തുടങ്ങുവീൻ. പാവമില്ലാത്ത പുതിയ ജീവിതത്തിൻ്റെ സൗഖ്യം അനുഭവിപ്പീൻ. ദൈവനാമം മഹത്വപ്പെടട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനേ, മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹീത നിമിഷങ്ങൾക്കായി സ്തോത്രം. നിൻ്റെ ഈ പ്രിയമക്കളോട് അവിടുന്ന് ഇടപെട്ടതിനായി സ്തോത്രം. അവിടുത്തെ കൃപയുടെ ശീതള നിഴലിന് കീഴിൽ ഞങ്ങളെ ചേർത്തണച്ചതിനായി സ്തോത്രം. നാഥ, എല്ലാവരെയും തലോടണമേ. ദുഃഖത്തിലിരിക്കുന്നവർക്ക് ആശ്വാസം കൊടുക്കണമേ. മനോഭാരത്തിലിരിക്കുന്നവരെ സാന്ത്വനപ്പെടുത്തണമേ. കർത്താവ്, ഉള്ളു നീറിയിരിക്കുന്നവർക്ക്
എൻ്റെ കർത്താവ് സമാധാനവും ആശ്വാസവും സ്വസ്ഥതയും നൽകണമേ. കുടുംബങ്ങളിൽ സമാധാനം അയക്കണമേ. നിരാശപ്പെട്ടിരിക്കുന്നവർക്ക് പ്രത്യാശ കൊടുക്കണമേ. ഭാവിയോർത്ത് ആകുലപ്പെട്ടിരിക്കുന്നവർക്ക് എല്ലാ ആകുലങ്ങളും ആവലാധികളും മാറ്റിക്കൊടുക്കണമേ. കടങ്ങൾക്ക് പൊറുതി നൽകണമേ കർത്താവേ. രോഗങ്ങൾ സൗഖ്യമാക്കണമേ കർത്താവേ. ബാധകൾ നീക്കണമേ കർത്താവേ. പൈശാചിക ബന്ധങ്ങൾ അഴിക്കണമേ കർത്താവേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ രാജകീയ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.